നോക്കാൻ പോകുന്നത് നമ്മുടെ IRC5 കൺട്രോളറിന്റെ ടീച്ച്മെന്റ് തന്നെയാണ്. ഓക്കെ, IRC5 ടീച്ച്മെന്റിന്റെ. സോ ഇതിന്റെ വ്യത്യസ്തമായ ഫംഗ്ഷൻസും ഇതിന്റെ സെറ്റിംഗ്സ് എല്ലാം ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിന്റെ പെൻറ്റന്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതിലേ നോക്കിക്കഴിഞ്ഞാൽ മേലത്തെ ബാർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 3 ഡോട്ട് ഉള്ളതാണ് എൻ്റെ മെനു ബാർ. ഓക്കെ, രണ്ടാമത്തത് എൻ്റെ യൂസർ, അതായത് എനിക്ക് എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ റോബോട്ടിന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ഔട്ട്പുട്ടും അല്ലെങ്കിൽ വാർണിംഗ്സും അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്മൾ ടീച്ചർ റൈറ്റ് എല്ലാം കൊടുത്ത് ഒരു മെസ്സേജ് കൊടുക്കല്ലേ, അതെല്ലാതും എനിക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുക, ഈ യൂസർ ഔട്ട്പുട്ട് വിൻഡോയിൽ. ഓക്കെ, അതിനുശേഷമുള്ള വിൻഡോ ആണ് ഓട്ടോ. ഇവിടെ ഓട്ടോ എന്ന് കാണാം, അതായത് ഇപ്പൊ എന്റെ കൺട്രോളർ ഓട്ടോ മോഡിലാണ്. ഓക്കെ, ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഇപ്പൊ മാനുവലിലോട്ട് മാറിയതുണ്ടോ? ഓക്കെ, സോ നമ്മുടെ കൺട്രോളറിന്റെ സ്റ്റാറ്റസ് കാണാനുള്ളതാണ് ഈ ഒരു ബാർ. സോ ഇപ്പൊ എന്റെ കൺട്രോളർ മാനുവലാണ്. അതുപോലെ തന്നെ ഡെഡ് മാൻ സ്വിച്ച് ഞാനിപ്പോൾ കറന്റ് പ്രസ് ചെയ്തിട്ടില്ല, അതായത് എന്റെ മോട്ടർ ഇപ്പോൾ കറന്റ് ഓൺ അല്ല, അതാണ് ഈ കാർഡ് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നത്. സോ ഞാൻ എന്റെ ഡെഡ് മാൻ സ്വിച്ച് പ്രസ് ചെയ്യുന്നു, കണ്ടോ മോട്ടർ ഓൺ ആയി. ഓക്കെ, ഞാനത് ഡിസ്പ്ലേ ചെയ്യുന്നു, ഗാർഡ് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നു. ഓക്കെ, സോ അടിയിലത്തെ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കറന്റ് റണ്ണിംഗ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്നതാണ്. റണ്ണിംഗ് ആണെങ്കിൽ പ്ലേ പ്രസ് ചെയ്താൽ ഇത് റണ്ണിംഗ് എന്ന് കാണിക്കും. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് റോബോട്ടിന്റെ സ്പീഡ് 100% എന്നുള്ളതാണ്. ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺട്രോളറിന് നമ്മൾ ഇട്ടിരിക്കുന്ന യൂസറിന്റെ നെയിമാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ എന്റെ മെനു ടാബ് എടുക്കുന്നു. ഓക്കെ, ഇതിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റോബ് 1/3 എന്നൊക്കെ കാണാം. റോബ് 1 എന്ന് പറയുന്നത് കറണ്ട് ടാസ്ക്, അതായത് കറണ്ട് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 3 കൂടുതൽ റോബോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ റോബ് 1 റോബ് 2 റോബ് 3 എന്നെല്ലാം കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേഷൻ മാറ്റാവുന്നതാണ്. ഓക്കെ, ഈ 1/3 എന്ന് പറയുന്നത് ആക്സസ് ആണ്. ഓക്കെ, 1 2 3 കറന്റ് ജോഗ് ചെയ്യാൻ 1 2 3 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജോഗിംഗ് മോഡ്. ഇതെന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ടാബ് ആണ്, അതായത് റോബോട്ടിന്റെ ജോഗിംഗ് സ്പീഡ്. സോ ഈ ഒരു ടാബ് എന്ന് പറയുന്നത് നമ്മൾ കറന്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാബ് കാണിക്കുന്നതാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ തൽക്കാലം മെനു ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഹോട്ട് എഡിറ്റ്. ഹോട്ട് എഡിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓട്ടോ മോഡിൽ അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെങ്കിൽ, റണ്ണിങ്ങിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഹോട്ട് എഡിറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൊഡ്യൂൾസ് റൊട്ടീൻസ് എല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആയി കാണും. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഹൈലി റിസ്കി ആണ്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ റോബോട്ട് ഹിറ്റ് ആവാനോ കൊളൈഡ് ആവാനോ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിനാണ് ഹോട്ട് എഡിറ്റ് ഉപയോഗിക്കാം. അതിനുശേഷം ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ടും ഈ ഒരു വിൻഡോയിലാണ് ഉണ്ടായിരിക്കുക. സോ വ്യൂ എടുത്ത് ഓൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ഡിജിറ്റൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെ വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് അനലോഗ് ഔട്ട്പുട്ട് ആണെങ്കിൽ അനലോഗ് ഔട്ട്പുട്ട്, അതുപോലെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ജോഗിംഗ് വിൻഡോ. ജോഗിംഗ് വിൻഡോ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് കിട്ടും. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മെക്കാനിക്കൽ യൂണിറ്റ്, അതായത് നിങ്ങൾക്ക് റോബ് 1 ഇവിടെ വിസിബിൾ ആയില്ലേ, ഇതേ ആണ് ഈ റോബ് 1 എന്ന് പറയുന്നത് ഇവിടെ മെക്കാനിക്കൽ യൂണിറ്റ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആക്സസ് ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആക്സസ് ഇവിടെ കാണിക്കും, അല്ലെങ്കിൽ 2 3 റോബോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ റോബ് 1 റോബ് 2 റോബ് 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറന്റ് അബ്സല്യൂട്ട് ആക്യുറസി നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സെറ്റിംഗ്സ് ആ ഒരു ഓപ്ഷൻ അതിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കറന്റ് ആ ഓപ്ഷൻ ഓഫ് ആണ്. രണ്ടാമത് മോഷൻ മോഡ്, ഇവിടെ ആക്സസ് 1 2 3 എന്നുണ്ടല്ലേ, അതേ സെയിം റിപ്ലിക്കേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് 1/3 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 4 ടൈപ്പ് മോഷൻ മോഡ് ഉണ്ട്. ഒന്ന് ആക്സസ് 1 2 3, പിന്നെ ആക്സസ് 4 5 6 ലീനിയർ റീഓറിയന്റേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ജോഗ് ചെയ്യുമ്പോൾ ഏതിൽ വേണം, ഏത് ജോഗിംഗ് മോഡാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 4 5 6 ഓക്കെ പ്രസ് ചെയ്യുക, അത് ജോഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 4 5 6 ആക്സിസ് മാത്രം ജോഗ് ആവും. ഓക്കെ, ഇപ്പോൾ ലീനിയറിൽ ഇടുന്നു. രണ്ടാമത്തത് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റം 4 ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ഒന്ന് വെയിൽഡ്, ബേസ്, ടൂള്, വർക്ക് ഒബ്ജക്റ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോഗ് ചെയ്യേണ്ടത്, ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ജോഗ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് ടൂള്. നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ടൂൾ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൂൾ ഡാറ്റ ന്യൂ പ്രസ് ചെയ്യുക, ടൂൾ 1 എന്ന് സെലക്ട് ചെയ്യുന്നു, ഞാൻ ഓക്കെ കൊടുക്കുന്നു. സോ ഒരു പുതിയൊരു ടൂൾ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ TCP ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിഫൈൻ എന്നിലോട്ട് പോവുക. സോ ഇപ്പൊ നിങ്ങളെ TCP ചെയ്യാനുള്ള 4 പോയിന്റ് മെത്തേഡിൽ TCP ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, സോ നിങ്ങളുടെ റോബോട്ടിനെ ജോഗ് ചെയ്ത് പോയിന്റ്സ് ടീച്ച് ചെയ്ത് ഇവിടെ മോഡിഫൈ പൊസിഷൻസ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങളുടെ TCP ക്രിയേറ്റ് ആവും. ഓക്കെ, TCPയുടെ സെപ്പറേറ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ TCPയുടെ മെത്തേഡ് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്പർ ഓഫ് പോയിന്റ്സും ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ക്യാൻസൽ കൊടുക്കുന്നു. യെസ്, ഇതാണ് ടൂൾ ഡാറ്റ, നമുക്ക് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് വർക്ക് ഒബ്ജക്റ്റ്. വർക്ക് ഒബ്ജക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഒബ്ജക്റ്റ് ഇവിടെ ന്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് അതുപോലെ അതന്നെ ഡിഫൈനും ചെയ്യണം. ഓക്കെ, വർക്ക് ഒബ്ജക്റ്റും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. 3 പോയിന്റ് മെത്തേഡ് ആണ് അതിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. സോ ഈ X1 X2 Y1 നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കുക. X1 എന്ന് പറയുന്നത് ഒറിജിൻ, X2 X ആക്സിസിലെ ഒരു പോയിന്റ്, അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് Y ആക്സിസിലെ എൻഡ് പോയിന്റ്. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേലോഡ് അതുപോലെ തന്നെ
സെയിം മെത്തേഡ് തന്നെ ന്യൂല് പോവുക. ലോഡ് 1 എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നു. അതും അതിൻ്റെ ഡിക്ലറേഷൻ അല്ല ചേഞ്ച് വാല്യൂ കൊടുക്കുക. സോ അതിൽ നിങ്ങൾക്ക് മാസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മാസ് എത്രയാണെങ്കിൽ 55 കിലോ ആണെങ്കിൽ 55 കിലോ കൊടുക്കുക. അതുപോലെ അതിൻ്റെ എക്സസൈസ്ഡ് പൊസിഷൻസ്, ക്വാർട്ടർനിയോൺ, അതുപോലെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്യുന്നു. രണ്ടാമത് ജോയ്സ്റ്റിക്ക് ലോക്ക്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ജോയ്സ്റ്റിക്ക്, ഇതാണ് ജോയ്സ്റ്റിക്ക്. ഇത് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ കൊടുക്കാം, ഹൊറിസോണ്ടൽ ലോക്ക് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ കൊടുക്കാം, അങ്ങനെ. ഓക്കെ, ഞാൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റോബോട്ടിന്റെ ജോഗിങ് മൂവ്മെന്റ് സ്മോൾ വേണോ, മീഡിയം വേണോ, ലാർജ് വേണോ, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളത് വേണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പീഡിലായിരിക്കും ഇത് പോവുക. ഓക്കെ, സോ ക്യാൻസൽ കൊടുക്കുന്നു. സോ ഞാൻ ഇപ്പോൾ തൽക്കാലം ആക്സസിൽ ഇടുന്നു. ആക്സിൽ ഇടുമ്പോൾ എനിക്ക് ഇവിടെ 1 2 3 4 5 6 എന്ന് കാണാം. സോ ഇപ്പോൾ എൻ്റെ കറന്റ് ഓരോ ആക്സിസും എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, 1 2 3 4 എന്ന് പറയുന്നത് 0 ഡിഗ്രി, 5 30 ഡിഗ്രി, 6 0 ഡിഗ്രി. ഓക്കെ, സോ ഈ ഫിഫ്ത്ത് ആക്സിസും 0 ഡിഗ്രിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് സിംഗുലാരിറ്റി എറർ കാണിക്കും. ഓക്കെ, സോ ഇവിടെ ജോയ്സ്റ്റിക്കിന്റെ ഡയറക്ഷൻസ് കാണിക്കും. അതായത് നിങ്ങൾ ജോയ്സ്റ്റിക്ക് താഴെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോബോട്ടിന്റെ രണ്ടാമത്തെ ആക്സിസ് മൂവ് ആവും. ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആക്സിസും, അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂന്നാമത്തെ ആക്സിസും. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത വിൻഡോ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വിൻഡോ ആണ്. ഞാൻ പ്രൊഡക്ഷൻ വിൻഡോ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ മോഡിൽ ഇടുമ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും എന്ത് ചെയ്യുക, റൺ ചെയ്യുക. ഓട്ടോ മോഡ് എസ് സെലക്ട് ടാപ്പ്. ഓക്കെ, ഓക്കെ, എൻ്റെ ഈ ഒരു വിൻഡോ മാത്രമായിരിക്കും വർക്ക് ആവുക. എനിക്ക് വേറൊരു വിൻഡോയും ആ ഒരു ടൈമിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. ആഡ് ഇൻസ്ട്രക്ഷൻ, ഡീബഗ്, മോഡിഫൈ എല്ലാതും എനിക്ക് ഡിസബിൾ ആയിരിക്കും. ഈ സോ ഓട്ടോ മോഡിൽ ഇടുമ്പോൾ വർക്ക് ആവുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ആവുന്ന വിൻഡോ ആണ് ഈ പ്രൊഡക്ഷൻ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ്റെ മെയിൻ പ്രോഗ്രാം അതിലായിരിക്കും റൺ ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോഗ്രാം എഡിറ്റർ. പ്രോഗ്രാം എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാസ്ക്, അതുപോലെ മൊഡ്യൂൾസ്, ടാസ്ക് എന്ന് പറയുമ്പോൾ റോബ് 1 ഷോ മൊഡ്യൂൾസ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മൊഡ്യൂൾസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മൊഡ്യൂൾ പ്രസ് ചെയ്യുന്നു, ഫയല്, ന്യൂ മൊഡ്യൂൾ കൊടുക്കുന്നു, യെസ് പ്രസ് ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ പ്രോഗ്രാം വേണോ സിസ്റ്റം വേണോ എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഷോ മൊഡ്യൂൾ. ഇതിലെ റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റൊട്ടീൻസ് നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എല്ലാ റൊട്ടീൻസും അവിടെ വിസിബിൾ ആയിരിക്കും. ഞാൻ തൽക്കാലം ഇപ്പോൾ ന്യൂ റൊട്ടീൻ ക്രിയേറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഷോ റൊട്ടീൻ. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റൊട്ടീൻ ഇവിടെ ഉണ്ട്. സോ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എഡിറ്റ് ചെയ്യുന്നത്. അതായത് ഈ കട്ട്, കോപ്പി, അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ എഡിറ്റ് ഓപ്ഷൻസ് എല്ലാം ഇതിലുണ്ടായിരിക്കും. ഡിബഗിൽ പോയ PPT റൊട്ടീൻ, അതുപോലെ PPT സബ് PPT മെയിൻ, അങ്ങനത്തെ എല്ലാവിധ സെറ്റിംഗ്സും ഡിബഗിലുണ്ടായിരിക്കും. മോഡിഫൈ പൊസിഷനിങ്, ഇപ്പോൾ ഈ പൊസിഷൻ ഇപ്പോൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ റോബോട്ട് ടാർഗറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ റോബോട്ട് ആ ഒരു പൊസിഷനിലോട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ കൊടുക്കുക, ആ ഒരു പൊസിഷൻ ഇവിടെ റീപ്ലേസ് ആവും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടാബ്. സോ ഇവിടെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ റോബോട്ട് ടാസ്ക് റോബ് 1 മൊഡ്യൂൾ 2 റൊട്ടീൻ 1. ഓക്കെ, അതിനുശേഷം വരുന്നത് പ്രോഗ്രാം ഡാറ്റ. സോ ABBയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റ ടൈപ്സും, അതായത് റോബ് ടാർഗറ്റ്, കോൺഫിഗറേഷൻ ഡാറ്റ, അതുപോലെ ജോയിൻ ടാർഗറ്റ്, അതുപോലെ സിഗ്നൽസ്, എല്ലാ ഡാറ്റാസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ലോഡ് ഡാറ്റ, എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, യൂസ് ചെയ്തു. അടുത്ത നിങ്ങൾക്ക് ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ. ഇവിടെ നിങ്ങൾക്ക് റോബോട്ടിന്റെ ബാക്കപ്പ് എടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ബാക്കപ്പിൽ പോയി കഴിഞ്ഞാൽ ബാക്കപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കപ്പ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കൺട്രോളറിൽ സേവ് ആവും. 2 GB RAM ആണ് നമ്മുടെ ഈ പെൻഡന്റിനുള്ളത്. ഓക്കെ, സ്റ്റോറേജ്. അടുത്തത് കാലിബ്രേഷൻ. കാലിബ്രേഷൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് സെലക്ട് ചെയ്യുക. റോബോട്ടിനെ 0 കാലിബ്രേഷനും അതുപോലെ തന്നെ റെവല്യൂഷണറി കൗണ്ടർ അപ്ഡേറ്റ് എന്ന് പറയുന്നതെല്ലാം സെയിം ആണ്. സോ റെവല്യൂഷണറി കൗണ്ടർ അപ്ഡേറ്റ് മാനുവൽ മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെവല്യൂഷണറി കൗണ്ടർ അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് റെവല്യൂഷണറി കൗണ്ടർ കൊടുക്കുക. റോബോട്ട് ജോഗ് ചെയ്ത് നിങ്ങൾ 0 പൊസിഷനിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു സെലക്ട്, ഈ ബോക്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ജോഗ് ചെയ്യാത്തതുകൊണ്ടാണ്, അതായത് 0 ഡിഗ്രി വെക്കാത്തതുകൊണ്ടാണ് ഇത് എറർ കാണിച്ചത്. ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കാലിബ് പാരാമീറ്റേഴ്സ് വന്നാൽ ഫൈൻ കാലിബ്രേഷൻ. നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ആക്സസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ കാലിബ്രേഷൻ ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. അടുത്തത് കൺട്രോൾ പാനൽ. സോ കൺട്രോളർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. IRC5 നിങ്ങൾക്ക് കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പിയറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടാബിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർവിഷൻ, റോബോട്ടിൻ്റെ മോഷൻ സൂപ്പർവിഷൻ ഇതിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും.
അതുപോലെ പ്രസ് പെൻഡിലിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ അതുപോലെ തന്നെ പേര് സിസ്റ്റം നെയിം നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം IO നിങ്ങൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന എല്ലാവിധ IOസും ഇവിടെ വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ കീസ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമബിൾ കീസ്, ഈ 4 കീസാണ് ഇതിൻ്റെ പ്രോഗ്രാമബിൾ കീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കീയും ഓരോ ഔട്ട്പുട്ടിനോ ഇൻപുട്ടിനോ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വരുന്നത് ഇപ്പോൾ എനിക്ക് വിസിബിൾ ആയിട്ടുള്ളത് കോൺഫിഗറേഷൻ ആണ്. കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഗറേഷൻ എടുക്കുക, സിഗ്നൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് കൊടുക്കാൻ പറ്റും. ആഡ് കൊടുത്ത് പേര് കൊടുക്കുക, ടൈപ്പ് ഓഫ് സിഗ്നൽസ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു സിഗ്നൽ ഈ ഒരു ടാബിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ ടച്ച് സ്ക്രീനിൻ്റെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഇവിടെ ഈ കൺട്രോൾ സെറ്റിംഗ്സും ഡയഗ്നോസ്റ്റിക്സും നിങ്ങൾക്കൊരു ഫിസിക്കൽ കൺട്രോളറിലായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ വെല്ലോഗ് നിങ്ങളുടെ കൺട്രോളർ റിലേറ്റഡ് എല്ലാവിധ ഓപ്പറേഷൻ്റെയും മെസ്സേജ് അല്ലെങ്കിൽ വാർണിംഗ് സിമ്പിൾസ് എല്ലാതും നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ റോബോട്ട് കൺട്രോളർ ഒരു സിസ്റ്റം ഫെയിലറിലോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇവന്റ് ലോഗ് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം പ്രസ് പെൻ ആൻഡ് എക്സ്പ്ലോറർ, ഇതൊരു ഫയൽ, നമ്മുടെ എല്ലാവിധ ഫയൽസും ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ബാക്കപ്സ് എല്ലാതും ഇപ്പോൾ ബാക്കപ്പ് എടുത്തെല്ലാം ഈ ഫയൽ എക്സ്പ്ലോററിൽ പ്രസ് പെൻ ആൻഡ് എക്സ്പ്ലോററിൽ അവൈലബിൾ ആയിരിക്കും. സിസ്റ്റം ഇൻഫോ എടുത്താൽ നിങ്ങളുടെ കൺട്രോളറുള്ള ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, നെയിം ഇവിടെ ഉണ്ട്. കൺട്രോളർ പ്രോപ്പർട്ടീസിലോട്ട് പോയാൽ ഓക്കെ, ഇൻസ്റ്റാൾഡ് സിസ്റ്റംസ് എടുത്താൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ വീൽസ് ഓൺ അതുപോലെ തന്നെ മോഷൻ സൂപ്പർവിഷൻ എല്ലാതും നിങ്ങൾ പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ മെനു ടാബിലുള്ള ഓപ്ഷൻസ്. അതിനുശേഷം സ്വിച്ചസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞത് പ്രോഗ്രാമബിൾ കീസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻസ്, അതായത് റോബോട്ട്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആക്സസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേഷൻ ഇവിടെ മാനുവലി സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ലീനിയറും റീഓറിയന്റേഷനും, അതായത് ജോഗിംഗ് മോഡ് സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ആക്സിസ് 1 2 3 4 5 6 സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇൻക്രിമെന്റ്. ഓക്കെ, നിങ്ങൾ അവിടെ ജോഗിമെന്റിൽ കണ്ടത് തന്നെയാണ് ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പോസ്, പ്രീവിയസ്, നെക്സ്റ്റ്, പോസ് പ്രോഗ്രാം റിലേറ്റഡ് ആണ്. ഈ എനബിൾ എന്ന് പറയുന്നതാണ് ഡെഡ്മാൻ സ്വിച്ച്. നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ കൺട്രോളറിൽ ഇത് കാണാൻ സാധിക്കില്ല, സൈഡിലായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുഷ് ബട്ടൺ പോലെ ഉണ്ടായിരിക്കും. അതാണ് ഡെഡ്മാൻ സ്വിച്ച്. കറന്റ് ഇവിടെ വെർച്വൽ കൺട്രോളറിൽ എനബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുക. ഓക്കെ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ. സോ ഇതാണ് നിങ്ങളുടെ ജോഗിങ് സ്വിച്ച്. ഇത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ട്വിസ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുപോലെ ഇത് എമർജൻസി. ഓക്കെ, കാണോ ഇവിടെ എമർജൻസി സ്റ്റോപ്പ് എന്ന് കാണിക്കും. സോ ഇത്രയാണ് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടാബ്സ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.